മുഖ്യമന്ത്രി നാളെ രാജിവെക്കും. ഇനി ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. അതൊരു വലിയ പ്രശ്നമാണ് ക്രിസ്റ്റീന. ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് തൊട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ വിജയം, ചരിത്രം കണ്ടൊരു വിജയമൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴും ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഞാൻ എടുത്ത് പറയേണ്ടത്. ജനം ഉറ്റുനോക്കുന്നത് ഒട്ടും തട്ടുകേടില്ലാതെ കല്ലുകടിയില്ലാതെ ഒരു മുഖ്യമന്ത്രി, മറ്റെല്ലാ പോർട്ട്ഫോളിയോസും വളരെ സൗകര്യപൂർവ്വം നിശ്ചയിക്കുന്ന ഒരു സർക്കാരിനെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. കഷ്ടിച്ച് കടന്നുകൂടുമെന്ന സർവേ ഫലങ്ങളെ തിരുത്തി സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചതിന് കാരണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ജനവികാരമാണ്. മത സാമുദായിക ഭേദമോ പ്രാദേശിക വ്യത്യാസമോ ഇല്ലാതെ എല്ലാ മേഖലയിൽ നിന്നും ജനം LDFനെതിരെ ആഞ്ഞുകുത്തി. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ സംഭവിച്ച വ്യാപകമായ ചോർച്ചയും തരംഗത്തെ സ്വാധീനിച്ചു. വോട്ടെടുപ്പിന് മുൻപും പിൻപും നടന്ന സർവേകളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പോയ തരംഗമാണ് UDFനെ സ്വപ്നതുല്യമായ വിജയത്തിലേക്ക് എത്തിച്ചത്. പരമാവധി 90 സീറ്റാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് പ്രവചിച്ചിരുന്നത്. എന്നാൽ അതുക്കും മേലെയുള്ള ഫലമാണ് ജനം ഒളിപ്പിച്ചു വെച്ചത്. ഇതിന്റെ മുഖ്യ കാരണം സർക്കാരിനും അതിന്റെ നായകനായ പിണറായി വിജയനുമെതിരായ വികാരമാണ്. വികസനത്തിനും ക്ഷേമത്തിനുമപ്പുറം ജനം തുലനം ചെയ്തത് ധാർഷ്ട്യവും ധിക്കാരവും അധികാരപ്രമത്തയും നിറഞ്ഞ ഭരണശൈലിയെയാണ്. ഇതോടെ സുനാമി കണക്കെ സംസ്ഥാന വ്യാപക തരംഗം ആഞ്ഞു വീശി. ഇടതിന്റെ നെടുങ്കോട്ടകളെന്ന് കരുതിപ്പോന്നിരുന്ന തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും പേരാമ്പ്രയും നാദാപുരവുമെല്ലാം കടപുഴകി. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ പോലും ജയിച്ചു കയറാൻ നന്നായി വിയർക്കേണ്ടി വന്നു എന്ന് കാണുമ്പോൾ UDF തരംഗത്തിന്റെ പ്രഹരശേഷി എന്താണെന്ന് വ്യക്തമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ കരുത്തിലാണ് LDF ഇത്രയെങ്കിലും സീറ്റിലേക്ക് വന്നത്. സാമുദായിക ധ്രുവീകരണം പോലുള്ള പതിവ് ന്യായങ്ങൾ കൊണ്ട് ഈ തോൽവിയെ ന്യായീകരിക്കാൻ CPIMനും LDFനും കഴിയില്ല. കാരണം മതജാതി വ്യത്യാസമില്ലാതെ മലയോരമെന്നോ തീരപ്രദേശമെന്നോ കണക്കാക്കാതെ എല്ലാ ജനങ്ങളും സർക്കാരിനെതിരെ ആഞ്ഞുകുത്തിയിട്ടുണ്ട്. UDFന്റെ രാഷ്ട്രീയ വോട്ടിനും സർക്കാർ വിരുദ്ധ വികാരത്തിനുമൊപ്പം സ്ഥിരമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ മാറി ചിന്തിച്ചതും തരംഗത്തിന്റെ പ്രവേഗം കൂട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിശ്വാസ വിഷയങ്ങളും ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി VN വാസവനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയതിന് ലഭിച്ച ശിക്ഷയാണ് LDFന്റെ ഈ ദയനീയ തോൽവി. തിരുത്തുമെന്ന പറച്ചിലല്ലാതെ ഭരണശൈലിയിലോ ഇടപെടലുകളിലോ ഒരു മാറ്റവുമില്ലാതെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന ചോദ്യവുമായി വന്നവരെ വോട്ടർമാർ പറപ്പിച്ചു കളഞ്ഞു. അടിസ്ഥാന വോട്ടുകൾ വരെ ചോർച്ചയുണ്ടായ ഈ ഫലത്തെ വസ്തുതാപരമായി സമീപിക്കുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി കേരളത്തിൽ ശോഭനമല്ല. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.